ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം കാത്തിരിക്കുകയാണല്ലോ നമ്മൾ. അതോടൊപ്പം 8ാം ശമ്പള കമ്മീഷന്റെ TOR അഥവാ ടേംസ് ഓഫ് റെഫറൻസ് എന്തൊക്കെയാണെന്നും അറിയാനുണ്ട്. TOR സംബന്ധിച്ച് സ്റ്റാഫ് സൈഡ് നൽകിയിരിക്കുന്ന പ്രൊപ്പോസലുകൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. 8ാം ശമ്പള കമ്മീഷനായുള്ള ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നതിനായി 1 കോടിയിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സർക്കാർ ഉടൻ തന്നെ പേരുകൾ പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു. നാഷണൽ കൗൺസിൽ ജോയിന്റ് കൺസൾട്ടേറ്റീവ് മെഷീനറി സ്റ്റാഫ് സൈഡ് സെക്രട്ടറി ആയ ശ്രീ ശിവഗോപാൽ മിശ്ര ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്ങുമായി നടത്തിയ ചർച്ചയിൽ ടേംസ് ഓഫ് റെഫറൻസിന്റെ പ്രൊപ്പോസലുകൾ താഴെ പറയുന്നവയാണ്. ഒന്നാമതായി, ശമ്പളത്തിലും പെൻഷനിലും മറ്റ് അലവൻസുകളിലും മാറ്റം വരുത്തുക. ശമ്പള ഘടന പുനഃപരിശോധിക്കുന്നതിനോടൊപ്പം പേ ലെവലുകളെ മാറ്റാനും നിർദ്ദേശിക്കുന്നു. അതായത് പേ ലെവൽ 1ഉം പേ ലെവൽ 2ഉം കൂടി മെർജ് ചെയ്ത് ഒറ്റ പേ ലെവൽ ആക്കുക. അതുപോലെ പേ ലെവൽ 3ഉം പേ ലെവൽ 4ഉം കൂടി മെർജ് ചെയ്യുക. പേ ലെവൽ 5ഉം പേ ലെവൽ 6ഉം കൂടി മെർജ് ചെയ്യുക. അതോടൊപ്പം തന്നെ MACPയിലുള്ള പോരായ്മകൾ പരിഹരിക്കുക. MACP സ്കീം അനുസരിച്ച് ഇപ്പോൾ മാക്സിമം 3 പ്രൊമോഷനുകളാണ് ലഭിക്കുന്നത്. അതിനെ 5 ആക്കാനാണ് നിർദ്ദേശിക്കുന്നത്. രണ്ടാമതായി DADR ബേസിക്കിൽ മെർജ് ചെയ്യുകയും അതോടൊപ്പം ഇന്ററിം റിലീഫ് നൽകുകയും ചെയ്യുക. മൂന്നാമതായി, കമ്മ്യൂട്ടേഷൻ റീസ്റ്റോറേഷൻ 15 നിന്നും 12 വർഷമായി കുറയ്ക്കുക. അതോടൊപ്പം ഓരോ 5 വർഷത്തിലും പെൻഷനിൽ വർധനവ് നൽകുക. നാലാമതായി, CGHS ECHS ഫെസിലിറ്റികളിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. അഞ്ചാമതായി, 8 CPCയുടെ കമ്മിറ്റിയിൽ ഒരു മെമ്പറായി പെൻഷനറിനെ കൂടി ഉൾപ്പെടുത്തുക. ആറാമതായി, ഫിറ്റ്മെന്റ് ഫാക്ടർ 2.86 നൽകുക. തുടങ്ങിയവയാണ് സ്റ്റാഫ് സൈഡ് നൽകിയ പ്രധാന പ്രൊപ്പോസലുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.